ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നൈറ്റിയാണ് കേട്ടോ. ബേബീസിൻ്റെ ഇതൊരു 3 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു 30 ഡേയ്സ് ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബേബി ഔട്ട്ഫിറ്റിൻ്റെ. അതിനകത്ത് 5ാമത്തെ ഡ്രസ്സാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലും അതുപോലെ തന്നെ ഈ നെക്ക് റൗണ്ടിലൊക്കെ ഫുള്ളായിട്ട് ഈ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മോഡൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. പിന്നെ ഞാനിവിടെ ചെറിയൊരു സാറ്റിൻ്റെ റിബൺ കൊണ്ട് ഒരു ബോ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാനിതിവിടെ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഞാനിവിടെ തുന്നി കൊടുത്തിട്ട് ഞാനങ്ങനെ ചെയ്യണില്ല. ഇപ്പോൾ ജസ്റ്റ് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത ഭംഗി ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഞാൻ ഇതുപോലെ രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ക്ലോത്തിലല്ല ചെയ്യണത്, ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ 1 മീറ്ററുള്ള കറക്റ്റ് 1 മീറ്റർ കേട്ടോ ഈ ക്ലോത്ത്. അപ്പോൾ നമുക്ക് 1 മീറ്ററിന് താഴെ മതി ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള 4 വയസ്സ് വരെയുള്ള കുട്ടിക്കൊക്കെ ആണെങ്കിലും, അപ്പോൾ ചെയ്യുന്നത് 3 വയസ്സായ കുട്ടിയുടെയാണ്. അപ്പോഴും ഒരു 4 വയസ്സിന് ഒക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിലും അത് ഒരു മീറ്ററൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് ആകെ 27 to 28 നമുക്ക് ലെങ്ത്ത് കൊണ്ടുള്ളൂ. അപ്പോൾ ഇത്രയും ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിന്ന് നമുക്ക് സ്ലീവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതുപോലെ 2 വയസ്സുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ 3/4 മീറ്റർ 1/2 മീറ്ററൊക്കെ മതിയാവും കേട്ടോ ക്ലോത്ത്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് വേണ്ടത് ഇതാ കറക്റ്റാണ്, 10.5 കിട്ടുന്നുണ്ട്. നമുക്കൊരു 10 ഇഞ്ച് 9 to 10 മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ വേറൊരു ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പ് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ 4ആക്കി ഫോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരട്ടോ. അപ്പോൾ ടോപ്പിലാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഞാൻ മെറ്റീരിയൽ മടക്കി കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ടോപ്പ് 4ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണിത്, അധികം പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു നൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഒരു കറക്റ്റായിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ കൊടുക്കാം കേട്ടോ. കാരണം ഇത് ടോപ്പാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാനായിട്ട് ചെയ്യണം. അതിന് ശേഷം താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് വെച്ചെങ്കിൽ അപ്പോൾ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ കിട്ടണ ലെങ്ത്ത് എന്ന് വെച്ചാൽ 25ആണ്. എനിക്ക് വേണ്ടത് ഒരു 26ആണ്, പക്ഷേ ഇതിൽ കിട്ടുന്നത് 25ആണ്. അപ്പോൾ ഞാൻ കിട്ടിയ ലെങ്ത്തിൽ ഇവിടെ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് മുകളിലത്തെ വിഡ്ത്ത് വേണ്ടത് നമുക്കൊരു ഇതിൽ എത്ര കിട്ടുമെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഒരു 10 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു 10 ഇഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു രീതിക്കാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 3 വയസ്സായ കുട്ടിക്ക് കറക്റ്റാണ് മെഷർമെൻറ്റിൽ. അപ്പോൾ താഴെ ഞാനൊരു 10.5 കൊടുക്കുന്നുണ്ട് കേട്ടോ താഴേക്ക്. എന്നിട്ട് ഇതേപോലെ ഈ ലൈനുകൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇതേപോലെ ഒരു പീസാക്കിയിട്ട് എടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ഇത്. അതിൻ്റെ ശേഷം ഈ പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇപ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് പനിയായിരുന്നു, അത് എന്നോട് സൗണ്ടൊക്കെ പോയിട്ടിരിക്കുമായിരുന്നു. ഞാൻ അതാണ് 2 ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് കാരണം സൗണ്ടിൻ്റെ ഒക്കെ ചെറിയൊരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയണതിനൊക്കെ കൂടുതൽ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ശേഷം നമ്മളിനി ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മളിവിടെ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അറ്റത്തുനിന്ന്, അതായത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്തേക്ക്. അതേപോലെ തന്നെ താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ഷേപ്പിൽ ഇങ്ങനെ ക്രോസായിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് കോണായിട്ട് വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിന് ഇത്രേ കട്ടിങ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ടും കൂടി വരച്ച് കൊടുക്കാം കേട്ടോ. വേണമെന്നില്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ടും കൂടി വരച്ച് കൊടുക്കുക. അപ്പോൾ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ആണ് കേട്ടോ. നമുക്കപ്പോൾ ഞാൻ ഈ വരച്ച ലൈനിൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമ്മളിവിടെ കോണായിട്ട് കൊടുത്തിട്ടില്ലേ, അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്ലീവാണ് വേണ്ടത്. നമ്മളിനി ഇവിടെ ഇലാസ്റ്റിക് കൊടുക്കുക ചെയ്യുക കേട്ടോ. മടക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇലാസ്റ്റിക് കൊടുക്കുക ചെയ്യുക. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ താഴെ ഭാഗത്തുള്ള ഫ്രില്ല് അഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പീസിൽ നിന്നാണ് കേട്ടോ സ്ലീവ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആ ടോപ്പിൻ്റെ അടിഭാഗത്തുണ്ടായിരുന്നുള്ള ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന പീസാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വിടുത്തി അയൺ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് വേണ്ടതൊരു 15.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 15.5 ഇഞ്ചിൽ ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ 2 സ്ലീവാണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. 2 പീസ് ഇതുപോലത്തെ 15.5 ഇഞ്ചിൽ 2 പീസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ ലെങ്ത്ത് വേണ്ടതൊരു 5 ഇഞ്ചാണ് കേട്ടോ.
അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 2 പീസ് ഉണ്ട്. അതിന് ശേഷം നമുക്കിതിനെ സ്ലീവിന് കട്ട് ചെയ്യാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നോർമലായിട്ടൊന്നും സ്ലീവ് കട്ട് ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഈ ഒരു പീസ് നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് ഒരു 5.5 ഒരു 5.5 മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. ഇതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ള പീസ് എന്ന് പറയുന്നത്. നോർമൽ സ്ലീവ് ചെയ്യുന്ന പോലെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ അതിൻ്റെ ശേഷം നേരത്തെ ബോഡി പാർട്ടിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ പീസിന് ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളിതിനെ ആ ഒരു അളവിലേക്ക് ഇവിടെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ ചെയ്യണത്. അപ്പം നമുക്ക് കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതാണ് ബോഡി പാർട്ട് വരുന്നത്, ഇത് സ്ലീവ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊക്കെയുള്ള ഇലാസ്റ്റിക് വേണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം. ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിന് ശേഷം ഞാൻ നമ്മളൊരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പിൽ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നുകൂടെ ഇതേപോലെ ഒരു ഫോൾഡും കൂടി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഇലാസ്റ്റിക് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ 4 ഇഞ്ച് ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് മുകളിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് സൂചിപ്പിന് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചോക്ക് വെച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കേട്ടോ. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഇലാസ്റ്റിക്കിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് ഒരു 5 ഇഞ്ചൊക്കെ മതി കേട്ടോ. 4.5 to 5 ഇഞ്ചൊക്കെ മതി കേട്ടോ ഒരു 3 വയസ്സായ കുട്ടിയാകുമ്പോൾ. കാരണം നമ്മുടെ നെക്കിൻ്റെ ഒരു അകലം ഉണ്ടല്ലോ, ആ ഒരു അകലമാണ് കേട്ടോ ഇപ്പോൾ ഇലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നെക്ക് ഇങ്ങനെ വൈൽഡായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ അതാണ് 5 ഇഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 4 to 4.5 അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചിൻ്റെ 2 ഇലാസ്റ്റിക് എടുത്തേക്കുന്നത്. അത് ബാക്കിലേക്കും അതുപോലെ തന്നെ ബാക്ക് പീസിലേക്കും ഫ്രണ്ട് പീസിലേക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ അതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വെറുതെ മടക്കി കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളത്തെ ഗ്യാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് കൊള്ളണ ഒരു ഗ്യാപ്പ് വേണം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം 2 സൈഡും നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു ഭാഗം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ഇലാസ്റ്റിക്കിനെ എടുത്തിട്ട് സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ 4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതേപോലെ ഇലാസ്റ്റിക്. അപ്പം നമ്മൾ ഇലാസ്റ്റിക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അതല്ലാന്ന് വെച്ചാൽ നമ്മൾ ഒരു സൈഡിൽ കൂടെ, കാരണം ഇത്രയും കുഞ്ഞ് ഇലാസ്റ്റിക് അല്ല യൂസ് ചെയ്യണത്, അപ്പോൾ ഉള്ളിൽ പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്നെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക, അതല്ലാന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കംപ്ലീറ്റ് ഇലാസ്റ്റിക് എടുത്തിട്ട് ഞാൻ പറയണതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കാരണം അത്രയും സിമ്പിളായിട്ട് നമുക്ക് 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത് ചെയ്തെടുക്കാൻ. കാരണം അത്രയും പെട്ടെന്ന്, കാരണം അതിലും അധികം കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ നമ്മൾ നന്നായി ഈ 2 ഭാഗം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ സൈഡും അതുപോലെ തന്നെ ഈ സൈഡൊന്ന് ലോക്ക് ചെയ്തിട്ട് ഇത് നന്നായിട്ട് വലിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ ഇലാസ്റ്റിക് വരും കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക 2 സൈഡും ഒരേ ലെവലിൽ തന്നെ വരണം. അതെല്ലാം തിരിഞ്ഞിട്ടൊന്നും പോകരുത് കേട്ടോ. കാരണം ഇങ്ങനെ ആയി പോയാൽ പിന്നെ നമുക്കത് നീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ 2 സൈഡും ഇതുപോലെ ഇട്ടതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബോഡി പാർട്ടിൻ്റെ 2 ഭാഗത്തും ഇലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡിൽ ഇതേപോലെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ട് ഒരേപോലെ ആക്കുക. അപ്പോൾ
ഇതേപോലെ കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും. ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് സ്ലീവിലാണ് കേട്ടോ ചെയ്യാനുള്ളത്. ഇതേപോലെ തന്നെ രണ്ട് ഭാഗം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ എൻഡ് വശത്ത് ഇതേപോലെ ഇലാസ്റ്റിക് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ നമുക്ക് ഈ ഉള്ളിലേക്ക് ഇടാനുള്ള എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4.5 ഒക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഇവിടെ 4.5 ഇഞ്ചാണ് കേട്ടോ. അങ്ങനത്തെ രണ്ട് പീസ് രണ്ട് സ്ലീവിലേക്കും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഇപ്പോൾ ഞാൻ സ്ലീവിനുള്ള രണ്ട് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബോഡി പാർട്ട് ചെയ്ത പോലെ തന്നെ സ്ലീവിൻ്റെ അതായത് നമ്മൾ ഈ ജോയിൻ ചെയ്യാനുള്ള ഈ കോണായിട്ടുള്ള കട്ട് ചെയ്ത ഭാഗത്ത് ഇതേപോലെ 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക കേട്ടോ. വേണ്ടത് നമ്മൾ രണ്ട് സ്ലീവും അതുപോലെ തന്നെ ബോഡി പാർട്ടും ഇതുപോലെ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതേപോലെ നമ്മളെ ബോഡി പാർട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണ്ടത് ഇതേപോലെ ഇലാസ്റ്റിക് വരുന്ന ഭാഗം ഇതുപോലെ വെക്കുന്നിട്ട് നമ്മളൊരു കോണാക്കിയിട്ട് ഒരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ വേണ്ടത്. അതിൻ്റെ ശേഷം നമ്മൾ കോൺ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഒരു കോൺ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തില്ല, ആ കോൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഇതേപോലെ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇതേപോലെ ഈ കോൺ ഷേപ്പിൽ ഇതിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡും ഇതേപോലെ. ഫസ്റ്റ് നമ്മൾ കൺഫ്യൂഷനൊക്കെ ഉണ്ട്, നമുക്ക് പറ്റുന്നില്ല വെച്ചാൽ ആദ്യം ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുക, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടവശത്ത് കൂടെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ പിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടും കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് സ്ലീവിൻ്റെ എൻഡ് വശം നമ്മൾ ഇലാസ്റ്റിക് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മളിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം ഇനി ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ നെക്കിലും അതായത് സ്ലീവിൻ്റെ ഒരു ഭാഗത്താണ് ഇലാസ്റ്റിക് കൊടുത്തേക്കണല്ലേ. അപ്പോൾ നമുക്ക് സ്ലീവിനിപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ അങ്ങനെ വെറുതെ വേണമെങ്കിലും ഇങ്ങനെ ചെയ്താലും ഭംഗിയുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലീവിൻ്റെ എൻഡ് വശം ഇതേപോലെ നമ്മൾ 4 ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ചെയ്തില്ലേ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യട്ടോ രണ്ട് സൈഡും. അതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത് 5.5 ആണ് ഒരു സൈഡിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സ്ലീവിന് 5.5 വെച്ചിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഇതാക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മളിവിടെ ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കാനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ സ്ലീവിൻ്റെ എൻ്റെ വശത്തും ഇതുപോലെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് ഇത്, പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിയുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ മക്കൾക്ക് ഇട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. കാരണം നമ്മളിപ്പോൾ എപ്പോഴും മോഡേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാവൂലേ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗം ജോയിൻ ചെയ്തെടുക്കട്ടെ വേണ്ടത്. അപ്പോൾ ഇതേപോലെ പൊട്ടവശത്ത് കൂടെ ഇട്ടിട്ട് ഞാനിപ്പോൾ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലൊന്നും അല്ല കേട്ടോ ചെയ്യണത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ തയ്യൽ തുമ്പ് കാണാത്ത ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ നെറ്റ് ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഫുള്ള് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അങ്ങനെയല്ല, അത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യുന്ന സൈഡ്. അതിൻ്റെ ശേഷം നമ്മൾ എൻഡ് വശം ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഫുൾ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അത്രയേ ഉള്ളൂ ഇത്. അതിന് ശേഷം നമുക്കിനി വേണമെങ്കിൽ ഇതിൽ കുഞ്ഞു ബോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ നെക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ ഭാഗമൊക്കെ മടക്കി അടിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചെറിയൊരു ബോ പോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഞാൻ വെച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ മെറൂൺ കളറല്ലേ, അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറല്ലേ, അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിങ് കൂടി ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.